അപ്പോൾ സംസാരം ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു നിമിഷം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പിടിച്ച മീൻ റെഡി ആയിട്ടുണ്ട്. കോട്ടയത്ത് ആയാങ്കുടിയിലെ മാംഗോ മെഡോസ് എന്ന ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുന്നവരെല്ലാം ആവശ്യപ്പെടുന്ന 2 ഐറ്റം ഇവിടുത്തെ ഫിഷ് മോളിയും ഇവിടുത്തെ കുളത്തിൽ നിന്ന് പിടിച്ച കരിമീൻ പൊള്ളിച്ചതുമാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന ഷെഫ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ ഫിഷ് മോളി തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ബിനീഷാണ് ഇവിടുത്തെ ഷെഫ്. ഈ ഭക്ഷണമൊക്കെ വളരെ രുചികരമാണെന്നാണ് കേട്ടത്. നമ്മൾ ഇതിനു മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അതിൽ ഏറ്റവും പ്രശസ്തമാണ് നിങ്ങളുടെ ഫിഷ് മോളി. അപ്പോൾ ഫിഷ് മോളി എത്ര കാലമായി ചേട്ടൻ ഈ ഷെഫായിട്ട് ഇവിടെയല്ല എത്ര കാലമായി നമ്മുടെ പ്രൊഫഷനിൽ എത്ര കാലമായി? ഞാൻ 22 വർഷമായി. 22 വർഷമായി. അപ്പം ഏതൊക്കെ ഐറ്റം ഉണ്ടാക്കും? ഫിഷ് മോളി അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാക്കും? ഇവിടെ പിന്നെ കൂടുതലായിട്ടും പോകുന്നത് പിന്നെ ഫിഷ് മോളി, അതുപോലെ കരിമീൻ പൊള്ളിച്ചത്, അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നന്നായി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മെനു ഒക്കെ പറഞ്ഞ് കറക്റ്റ് എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് വിശദീകരിച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുത്താൽ ആർക്കെങ്കിലും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ മാംഗോ മെഡോസിൽ വരുന്നവർക്ക് നിങ്ങളുടെ ഫിഷ് മോളി വീണ്ടും കഴിക്കാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത് മൊത്തം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളിക്ക, അതുപോലെ തന്നെ ക്യാഷ്നട്ട്, കിസ്മിസ്, പിന്നെ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ഇങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കറിവേപ്പില, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം വെളിച്ചെണ്ണ, പിന്നെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും, കറിവേപ്പില, ഇങ്ങനെയുള്ള ഇത്രയും സാധനമാണ് ഫിഷ് മോളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടംപുളി നമ്മൾ നേരത്തെ പിടിച്ചുകൊണ്ട് വന്ന ഫിഷ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് എത്രയും ഇനി തയ്യാറാക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആദ്യം. അടുത്ത് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്പൈസസ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണ്. ഇത് ഫിഷ് മോളി ചെയ്യുമ്പം സാധാരണ നമ്മൾ വളരെ സ്ലോ ഫയർ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. അതുകൊണ്ട് വളരെ നേരത്തെ തീ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്പൈസസ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ആഡ് ചെയ്യുകയാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി മൂത്ത് വന്നിരിക്കുകയാണ്, റെഡിയാക്കി. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ജൂലിയൻ കട്ട് ചെയ്തുപോലെ നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് അളവ് എന്തെങ്കിലും ഉണ്ടോ? അളവ് ഒരു പിന്നെ ഒരു 2 സ്പൂൺ കണക്കാക്കി എടുത്താൽ മതി. ഒരു 4-5 പച്ചമുളക്, അത് നടുക സ്പ്ലിറ്റ് ആക്കിയത്. പിന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു 2 കൂടുതലിട്ടാൽ മതി. ഒന്ന് വാടി ഒരു വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഒരു നല്ലൊരു മണം വരുന്നതായിരിക്കും. അതിനകത്തേക്ക് നമ്മൾ 2 ട്രിപ്പ് കറിവേപ്പില ഇട്ടതിന് ശേഷം അരിഞ്ഞ സവോള, അതുപോലെ ക്യാരറ്റ്, അത് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. മതി. ലൈറ്റ് യെല്ലോ കളർ, ഒത്തിരി കളറായി കഴിഞ്ഞാൽ അതൊരു പിന്നെ കാണാനും ഷോ ഇല്ല, ടേസ്റ്റുമല്ല. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 2-ാം പാൽ ഒഴിക്കുകയാണ്. ഈ 2-ാം പാലിലാണ് ഇനി മീൻ വേകാൻ പോകുന്നത്. ഒരു ചെറിയ പുളിക്ക് വേണ്ടി ഒരു 2 കഷ്ണം പുളി, കുടംപുളി, 2 കുടംപുളി മതി, ചെറിയൊരു പുളി മതി. അതിന് വേണ്ടി മാത്രം ക്ലീൻ ചെയ്ത് വെച്ച മീൻ ഈ ഇതിലേക്ക് ഇടുവാണ്, ഗ്രേവിയിലേക്ക് ഇടുവാണ്. അത് 1 കിലോ ഉണ്ടാവും.
ഇത് നെയ്മീനായതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് റെഡിയാണ്. പെട്ടെന്ന് വേവുന്ന മീനാണ്. പെട്ടെന്ന് വേവുകയും ചെയ്യും, എരിവും പുളിയൊക്കെ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ചെറിയൊരു പുളി മതി, ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. ഇത് നമ്മൾ കൂടുതലും ഫിഷ് മോളി ഉപയോഗിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒത്തിരി ഇതിൻ്റെ ആവശ്യമില്ല. ശകലം ഉപ്പിടുവാണ്. ഇത് നമ്മുടെ തന്നെ കുളത്തിലെ മീനാണിത്. നമ്മൾ നേരത്തെ പിടിച്ച ജൈവ കൃഷികളിലൂടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന മീനാണ്. ഇത് ജൈവ കൃഷികളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും മീനിന്. നമ്മുടെ മീൻ ഇപ്പം വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെന്ത നല്ല മണം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ തക്കാളിയാണ് ചേർക്കാൻ പോണത്. തക്കാളി ഒരു ചെറിയൊരു പുളിയും കിട്ടും, അതുപോലെ ഒരു ഗാർണിഷും കൂടിയാണ് ഇതിൻ്റെ. ഇല്ല, നമ്മൾ അധികം വേവിക്കുന്നില്ല. ഇതിപ്പം ഒരു 5 മിനിറ്റ് ഉപ്പോടുകൂടി മീൻ നല്ല സോഫ്റ്റ് ആയി കഴിയും. ഇപ്പം തന്നെ മീൻ നല്ല റെഡി ആയിട്ടുണ്ട്. അടുത്ത ക്യാപ്സിക്കം ഇടുകയാണ്. അതെ, പതിയെ ഇളക്കിയാൽ മതി. ഇനിയിപ്പം മീൻ അത്യാവശ്യം മീനിൻ്റെ കുക്കിംഗ് കഴിഞ്ഞ് ഇനി നമ്മൾ അവസാനത്തെ ചേരുവയാണ് ചേർക്കാൻ പോകുന്നത്. ഇത് 1-ാം പാലാണ്. ഇതാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കറി 1-ാം പാൽ ഒഴിക്കുമ്പോൾ കറി നല്ല കുറിയിരിക്കും. കുറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ കറി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. ചൂടോടുകൂടി ഉപയോഗിക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അത് പാല് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ചെറിയൊരു പുളിയും തക്കാളിയൊക്കെ ചേർന്നതുകൊണ്ട് ചെറുങ്ങനെ ഒന്നായി വരുമ്പോൾ തീ കുറച്ച് ഓഫ് ചെയ്യണം. 1-ാം പാൽ ഒഴിക്കുമ്പോൾ കറി നല്ല തിക്കാവും, നല്ല കൊഴുപ്പായിരിക്കുന്നതാണ്. ഇപ്പം തന്നെ കാണാം, ഇതുകൊണ്ടോ കറി നല്ല കൊഴുപ്പായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഫിഷ് മോളി തയ്യാറായിരിക്കുകയാണ് ഇവിടെ. നമുക്ക് അവസാനമായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഫിനിഷ് ചെയ്യാണ്. ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഫിഷ് മോളി തയ്യാറായിരിക്കുകയാണ്. ഇനി ഇത് ടേസ്റ്റ് ചെയ്യാം. സാർ, ഫിഷ് മോളി ഒന്ന് കഴിച്ചു നോക്ക്. റെഡിയായി. അപ്പം നമ്മുടെ ഫിഷ് മോളി വിനീഷ് ചേട്ടൻ ഉണ്ടാക്കിയ ഫിഷ് മോളി കൈ കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ സുഗന്ധം തന്നെ നല്ലോണം ഒന്ന് കഴിക്കാൻ വേണ്ടി നമുക്കൊരു വിശപ്പുണ്ടാകും. അത്രയും നല്ല ടേസ്റ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ടേസ്റ്റിയാണ് കേട്ടോ. പ്രത്യേകം അഭിനന്ദനം. ഒരു പീസും കൂടെ കഴിച്ച് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ്. അപ്പോൾ ഫിഷ് മോളി അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിന് വലിയ ചിലവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സിമ്പിൾ ചിലവ്. നെയ്മീനിൻ്റെ ഒരു വില മാത്രമാണ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീട്ടിലുള്ള തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ, ഇൻഗ്രീഡിയൻസ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്കും ടേസ്റ്റിയാണ്. എന്നിട്ട് ആ ടേസ്റ്റിൻ്റെ അഭിപ്രായം നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. സംസാരം TV അറിയിക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചേട്ടൻ്റെ അടുത്ത വിഭവമായിട്ട് ഞങ്ങൾ വീണ്ടും സംസാരം TVയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.